മാവ്ലിലോങ്, ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ. മേഘാലയയിലെ ഈസ്റ്റ് ഖാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മാവ്ലിലോങ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമെന്നും ദൈവത്തിൻ്റെ സ്വന്തം ഉദ്യാനമെന്നും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വൃത്തിയുള്ള വഴികൾ, പുഷ്പാലങ്കൃതമായ മുറ്റങ്ങൾ എന്നിവയൊക്കെ കാണാൻ വളരെ മനോഹരം. ദിവസേനയുള്ള മുറ്റം തൂത്തുവാരൽ, തെരുവുകൾ തൂത്തുവാരൽ, പ്ലാസ്റ്റിക് നിരോധനം, ചവറ്റുകോട്ടകൾ സ്ഥാപിക്കൽ എന്നിവ കാരണം 2003 ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി ഡിസ്കവർ ഇന്ത്യ മാഗസിൻ ഇതിനെ പ്രഖ്യാപിച്ചു. ഇവിടെ വൃത്തിയാക്കൽ എന്നത് കൊച്ചു കുട്ടികൾ മുതൽ പല്ലില്ലാത്ത മുത്തശ്ശിമാർ വരെ എല്ലാവരും വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു ആചാരമാണ്. എല്ലാ ദിവസവും അതിരാവിലെ ഗ്രാമവാസികൾ അവരുടെ വീടുകൾ മാത്രമല്ല ചുറ്റുമുള്ള വഴികളും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്നു. കുട്ടിക്കാലം മുതൽ ശുചിത്വം പഠിപ്പിക്കപ്പെടുന്നു. കുട്ടികൾ തെരുവിലിറങ്ങി സ്കൂളിന് മുമ്പ് താഴെ കിടക്കുന്ന ഇലകളും മാലിന്യങ്ങളും തുടച്ചു മാറ്റുന്നു. നഗരത്തിലുടനീളം മരങ്ങളിൽ വച്ചിരിക്കുന്ന ചവറ്റുകുട്ടകൾ വൃത്തിയാക്കുന്നതിനും ജൈവമാലിന്യങ്ങൾ കത്തുന്ന മാലിന്യങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതിനും കുട്ടികൾ ഉത്തരവാദികളാണ്. എന്നും രാവിലെയും വൈകിട്ടും മൈക്രോഫോണിലൂടെ ഗ്രാമത്തിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നു. അന്ന് വൈകുന്നേരം എല്ലാവരെയും മൈക്രോഫോണിലൂടെ ചെയ്ത കാര്യങ്ങൾക്കായി പ്രശംസിക്കുന്നു. നന്നായി ഗ്രാമം സൂക്ഷിക്കുന്നതിന് സമ്മാനം നൽകുന്നു. ഈ ഒരു അപൂർവ ഗ്രാമം കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക. ഈ അനൗൺസ്മെന്റിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗ്രാമം ചുറ്റി നടന്നപ്പോൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടു. ഇനിയും തുടർന്നും നിങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിക്കണം. അടുത്ത മാസമാണ് നമ്മുടെ സമ്മാനം പ്രഖ്യാപിക്കുന്ന തീയതി. എല്ലാവരും അതിലേക്ക് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എത്ര വർണ്ണിച്ചാലും ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം പറയാൻ പറ്റത്തില്ല. അതുപോലെ മനോഹരമാണ് ഈ ഗ്രാമം. ഇവിടെ ഇത്രയും മരങ്ങളുണ്ടായിട്ടും ഒരു ഇല പോലും റോഡിലില്ലെന്നുള്ളതാണ് അത്ഭുതം. കാരണം അത് വീഴുമ്പോൾ തന്നെ ആദ്യം കാണുന്നവരടുത്ത് ട്രാഷ് ഇടും. ട്രാഷ് ഇടാനുള്ള വേസ്റ്റ് ബിന്നാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ആരും ട്രാഷുകൾ റോഡിലിടാറില്ല. നേരെ രാവിലെ ഈ അമ്മ ക്ലീൻ ചെയ്യുകയാണ്. ഇത് യാതൊരു ടെക്നോളജി ഇല്ലാത്ത ഏറ്റവും ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ്. എന്നിട്ട് ഇവിടുത്തെ വൃത്തിയാണ് ഞങ്ങളെ അതിശയപ്പെടുത്തിയത്. അടുത്തൊരു വേസ്റ്റ് ബിൻ ഇവിടെ ഇരിക്കുന്നു. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ട്രാഷ് എല്ലാം എംപ്റ്റി ചെയ്തിട്ടേ പോകാറുള്ളൂ. അതുമാത്രമല്ല, റോഡിൽ എന്തെങ്കിലും ട്രാഷ് കണ്ടാൽ അതെടുത്ത് ട്രാഷ് ബിന്നിൽ ഇടുകയും ചെയ്യും. ട്രാഷ് എംപ്റ്റി ചെയ്യുന്ന ഒരു പെൺകുട്ടി ദൂരെ നിന്ന് വരുന്നുണ്ട്. ഹായ്. സ്വന്തം വീട്ടുമുറ്റമല്ല, ഈ ഗ്രാമം മുഴുവൻ ക്ലീൻ ആക്കുകയാണ് ഈ കുട്ടികൾ. ഇവിടെയുള്ള വീടുകളും ഫെൻസുകളും ബ്രിഡ്ജുകളും എല്ലാം തന്നെ ബാമ്പു കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ബാമ്പു കൊണ്ടുണ്ടാക്കിയ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ വിസിറ്റേഴ്സ് വരുന്നതിന് ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ റൂളുകൾ വിസിറ്റേഴ്സ് പാലിക്കണം. റോഡിൽ ട്രാഷ് ഇടാൻ പാടില്ല.
പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. തുപ്പാൻ പോലും പ്രത്യേക ഇടമുണ്ട്, അവിടെ മാത്രമേ തുപ്പാവൂ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വളരെ ധൃതിക്ക് ട്രാഷ് ക്ലീൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ കാണുന്നത്. കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരവരെ ഏൽപ്പിച്ച പണികൾ രാവിലെ തന്നെ ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ട്രാഷ് ക്ലീൻ ചെയ്തിട്ട് കളിക്കുന്ന കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ, ഇവിടെ ഓരോ 3 വീടിനപ്പുറവും ഒരു ട്രാഷ് ബിൻ ഇതുപോലെ കാണും. ഇവിടെ കാണുന്ന ട്രീ ഹൗസ്, ബ്രിഡ്ജസ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ബാമ്പു കൊണ്ട് തന്നെയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ബാമ്പു ബ്രിഡ്ജ് സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞങ്ങൾ അതിലൊന്ന് കയറാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ഉയരത്തിൽ കൂടെയാണ് പോകുന്നത്. മാവ്ലി ലോങ് നമ്മൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, അത് വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. പാരമ്പര്യവും സുസ്ഥിരതയും എങ്ങനെ കൈകോർത്ത് നടക്കുമെന്ന് ഇത് കാണിക്കുന്നു. മാവ്ലി ലോങ് വലിപ്പത്തിൽ ചെറുതായിരിക്കാം, പക്ഷേ അത് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകുന്നു. പുരോഗതി എന്നാൽ എല്ലായ്പ്പോഴും വികാസം എന്നല്ല അർത്ഥം. വളർച്ചയ്ക്ക് എപ്പോഴും കോൺക്രീറ്റ് ആവശ്യവുമില്ല, കൂട്ടായ ഒരു ശ്രമം മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അനേകം വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.